സച്ചി ചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ രേവതി വരും. ചന്ദ്രനിപ്പോൾ പുറത്ത് വന്നത് കണ്ടില്ലേ, നമ്മളെ നിലാവിൽ കുളിപ്പിക്കാനാണെന്ന് പറയും. സച്ചേട്ടനിപ്പോൾ ഏതെങ്കിലും പാട്ട് മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, ആ പാട്ട് ഇങ്ങനെ പാടും. ഈ നിലാവ് എന്നും ഉണ്ടാവും, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ എന്ന് പറയും. അപ്പോൾ രേവതി ചോദിക്കും, അപ്പോൾ അമാവാസി നാളിൽ ചോദിക്കും. സച്ചി ഒരു ഇടയ്ക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല. അമാവാസി നാളിൽ നീ എൻ്റെ അടുത്തുണ്ടല്ലോ, നീ എൻ്റെ നിലാവാണല്ലോ. രാവിലെ തന്നെ ചന്ദ്ര രവിയേട്ടന് പാല് കൊണ്ടുവരികയാണ്. രവി ചോദിക്കും, ഇതെന്താ പാലൊക്കെ എന്ന് ചോദിക്കും. അതെന്താ പാല് തന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവി ചോദിക്കും, നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലേ എന്ന് ചോദിക്കും. ആ സമയത്ത് അച്ഛമ്മ അങ്ങോട്ട് വരും. അച്ഛമ്മയെ കാണുമ്പോൾ ചന്ദ്ര വയ്ക്കും, അമ്മയ്ക്ക് പാല് വേണമെന്ന് വയ്ക്കും. അപ്പോൾ അച്ഛമ്മ രവിയോട് പറയും, നീ കഴിച്ചോ, നിൻ്റെ ഭാര്യ സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേ. അച്ഛമ്മ രവിയോട് പറയും, നീ ഭാഗ്യവാനാ, നിൻ്റെ മക്കളൊക്കെ ഇവിടെ തന്നെ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. സാധാരണ കല്യാണം കഴിയുമ്പോൾ ഓരോരുത്തരും വെവ്വേറെ വീടെടുത്ത് താമസിക്കാറാണ് പതിവ്. പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ സച്ചിക്കും രേവതിക്കും ഒരു മുറിയില്ലാന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒരു ഉടക്ക് പറയുമ്പോൾ അച്ഛമ്മ ചൂടാവും. അച്ഛമ്മ പറയും, നമുക്കിവിടെ ഒരു റൂം കൂടെ ഉണ്ടാക്കണമെന്ന് പറയും. അപ്പോൾ രവിയും പറയും, അതെ ഉണ്ടാക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയും, വർഷയുടെ അമ്മ പറഞ്ഞിരുന്നു ഇവിടെ റൂം ഉണ്ടാക്കാൻ കാശ് തരാമെന്നൊക്കെ എന്ന് പറയും. അച്ഛമ്മ വയ്ക്കുമോ, അവരുടെ കാശ് കണ്ടിട്ടായിരിക്കില്ലേ നീ അവരെ തലേ കയറ്റി നടക്കുന്നത്, ഒരു അഹങ്കാരിയാണ് അവർ എന്നൊക്കെ പറയും. മറ്റുള്ളവരുടെ കയ്യിലെ കാശ് കണ്ടിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. രവിയോട് പറയും, പണി തുടങ്ങിക്കോ, കാശ് ഞാൻ തരാമെന്ന് പറയും അച്ഛമ്മ. രവി എല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഈ റൂമിൻ്റെ കാര്യം സംസാരിക്കും. പലരും പല അഭിപ്രായം പറയും. സുധി ചോദിക്കും, ഇതാർക്കാ ഈ പുതിയ റൂം, എനിക്കാണോന്ന് ചോദിക്കും. സച്ചി ഇത് കേട്ടിട്ട് സുധിയെ ഇങ്ങനെ കളിയാക്കും. വർഷ പറയും, ഒരു റൂം മാത്രമല്ല, ഒരു വലിയ ഡൈനിങ് ഹാളും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാക്കണം എന്നൊക്കെ പറയും. ശ്രുതി പറയും, റൂമിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ വേണമെന്ന് പറയും. ശ്രീകാന്ത് പറയും, കുറേ ഉണ്ടാക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്, ഒരു റൂം മാത്രം മതി, അതാണ് നമുക്ക് നല്ലതെന്ന് പറയും. വർഷ പറയും, കാശ് നോക്കണ്ട, അച്ഛൻ ചിലവാക്കും എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് സച്ചി വർഷേനോട് ചൂടാവും. ശ്രീകാന്ത് പറയും, വേണ്ട സച്ചേട്ടാ, ഒന്നും പറയേണ്ടെന്ന് പറയും. അച്ഛൻ പറയും, എന്തായാലും റൂം എടുക്കണം, കുറച്ച് കാശ് എൻ്റെ ഉണ്ട്, ബാക്കി ലോൺ എടുക്കാമെന്ന് പറയും. ഇതൊന്നും കേട്ടിട്ട് സച്ചി പറയും, അതൊന്നും വേണ്ട അച്ഛാ, അച്ഛൻ്റെ കയ്യിൽ ബാക്കിയുള്ള കാശ് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട, ഇനി കടമൊന്നും വാങ്ങണ്ടെന്ന് പറയും. ഇതേ അഭിപ്രായം തന്നെ രേവതിക്കും. റൂം എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് അറിയുമ്പോൾ അച്ഛമ്മ വേറൊരു അഭിപ്രായം പറയും. ചന്ദ്രൻ രവി ഇപ്പോൾ കിടക്കുന്ന റൂമിൽ തന്നെ കിടന്നോട്ടെ, ബാക്കി 2 റൂമാണുള്ളത്, അത് ഇവർ 3 റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഒരാഴ്ച സച്ചി ഡൈനിങ് ഹാളിൽ കിടക്കുക, ഒരാഴ്ച ശ്രീകാന്ത് ഡൈനിങ് ഹാളിൽ, ഒരാഴ്ച സുധി ഡൈനിങ് ഹാളിൽ. ഇത് പറയുമ്പോൾ എല്ലാവരും പറയും, അത് നല്ലതാണെന്ന് പറയും. പക്ഷേ ശ്രുതിക്കൊന്നും ഇത് ഇഷ്ടാവില്ല. അമ്മ പറയും, ശ്രുതിയും വർഷയൊക്കെ വലിയ വീട്ടിൽ നിന്ന് വന്നവരല്ലേ, അവരങ്ങനെ കിടത്തുന്നത് ശരിയല്ല എന്ന് പറയും. അച്ഛമ്മ പറയും, അവരവരുടെ വീട്ടിലങ്ങനെ, ഇവിടെ വന്നാൽ ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് ചോദിക്കും. രേവതി അങ്ങനെയല്ലേ കഴിയുന്നത്, അതുപോലെ മറ്റുള്ളവർ 2 പേരും അങ്ങനെ കഴിയണം. മരുമക്കളെ വേർതിരിച്ച് കാണരുത് ചന്ദ്രേ. രേവതിക്ക് ടെറസിലും ഹാളിൽ കിടക്കാമെങ്കിൽ മറ്റു 2 പേർക്കും അങ്ങനെ ചെയ്യാമെന്ന് അച്ഛമ്മ പറയും.